നമസ്കാരം. ചരിത്രവും ഇതിഹാസങ്ങളും പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന നമ്മുടെ പുണ്യഭൂമിയിൽ ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ഏറ്റവും വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച ഒരിടമുണ്ട്. അതാണ് കുരുക്ഷേത്രം. ഇതിഹാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈയൊരു പ്രത്യേക വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. ധർമ്മസംരക്ഷണത്തിനായി സാക്ഷാൽ പ്രപഞ്ചനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നടത്തിയ ആ ദിവ്യമായ ഇടപെടലുകൾ, ആ സാന്നിധ്യം മഹാഭാരത യുദ്ധത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റിമറിച്ചുവെന്നാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഉള്ളിൽ തറയ്ക്കുന്നൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഭഗവാൻ കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ ഇല്ലായിരുന്നെങ്കിലോ? ധർമ്മം സംരക്ഷിക്കാൻ അദ്ദേഹം അവിടെ അവതരിച്ചില്ലായിരുന്നെങ്കിൽ വെറും മനുഷ്യരായ പാണ്ഡവർക്ക് മാത്രം എന്തു ചെയ്യാൻ കഴിയുമായിരുന്നു? കൗരവരുടെ ആ അതിശക്തമായ സൈന്യത്തിനു മുന്നിൽ യാതൊരു ദിവ്യസഹായവുമില്ലാതെ പാണ്ഡവർ ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു ഭയപ്പെടുത്തുന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശരി, നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. ഭാഗം 1, സമാധാന ദൗത്യം. യുദ്ധത്തിന്റെ ഭീകരതയിലേക്ക് പോകുന്നതിനു മുൻപ് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഇവിടെ ശരിക്കും കൗതുകകരമായ കാര്യം എന്താണെന്നറിയാമോ? ഭഗവാൻ കൃഷ്ണന്റെ ശാന്തവും സമാധാനപരവുമായ ആ പ്രകൃതമാണ്. യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഏറ്റവും ഉത്തമനായ ഒരു മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹം ആദ്യം പ്രവർത്തിച്ചത്. ദ്രൗപദിക്ക് ഈ സമാധാന ശ്രമത്തിൽ ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു. എങ്കിലും വരാനിരിക്കുന്നൊരു വലിയ വിപത്ത് ഒഴിവാക്കാൻ അദ്ദേഹം ഹസ്തിനാപുരത്തേക്ക് ഒരു സമാധാന ദൂതനായി യാത്ര തിരിക്കുകയാണ് ചെയ്തത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നൊരു കാര്യമുണ്ട്: എനിക്ക് ആരോടും അസൂയയോ പക്ഷപാതമോ ഇല്ല, ഞാൻ എല്ലാവരോടും സമനാണ്. ഈ വാക്കുകൾ എത്രമാത്രം അർത്ഥവത്താണെന്ന് നോക്കൂ. ഇത് കൃഷ്ണന്റെ പൂർണ്ണമായ നിഷ്പക്ഷതയാണ് കാണിക്കുന്നത്. അദ്ദേഹം വളരെ ന്യായമായ ഒരു പരിഹാരമാണ് അവിടെ കൗരവർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ അത് പൂർണ്ണമായും നിരസിക്കുകയാണ് ചെയ്തത്. സാക്ഷാൽ പ്രപഞ്ചനാഥൻ തന്നെ നേരിട്ട് സമാധാനവുമായി വന്നിട്ടും എന്താ ഉണ്ടായതെന്ന് നോക്കൂ. ദുര്യോധനന്റെ അന്ധമായ അഹങ്കാരവും ശാഠ്യവും സമാധാനത്തിന്റെ വാതിലുകളെല്ലാം കൊട്ടിയടച്ചു. ഒരു വിട്ടുവീഴ്ചയ്ക്കും അവൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ആ മഹാഭാരത യുദ്ധം അനിവാര്യമായി മാറി. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ നാം നേരെ കുരുക്ഷേത്രത്തിന്റെ യുദ്ധഭൂമിയിലേക്ക് വരികയാണ്. ഭാഗം 2, കുരുക്ഷേത്രത്തിലെ ഇടപെടലുകൾ. യുദ്ധക്കളത്തിൽ സ്വന്തം ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കണ്ടപ്പോൾ അതിമഹാരഥനായ അർജുനന് പോലും ധൈര്യം ചോർന്നുപോയി എന്നത് നമുക്കറിയാമല്ലോ. അപ്പോഴാണ് മാനവരാശിക്ക് എക്കാലത്തേക്കുമുള്ള ഏറ്റവും വലിയ സമ്മാനമായ ഭഗവദ്ഗീത ഭഗവാൻ ഉപദേശിക്കുന്നത്. സ്വധർമ്മം എന്ന ആ മഹത്തായ ആശയം അദ്ദേഹം അവിടെ അർജുനന് വെളിപ്പെടുത്തിക്കൊടുത്തു. അതായത് വ്യക്തിപരമായ ലാഭങ്ങൾക്കായല്ല, മറിച്ച് ധർമ്മസംരക്ഷണത്തിനായി പ്രവർത്തിക്കുക എന്നതാണ് ഏതൊരാളുടെയും യഥാർത്ഥ കർത്തവ്യം എന്ന് അദ്ദേഹം അവിടെ പഠിപ്പിച്ചു. ഇനി യുദ്ധത്തിലെ ഭഗവാന്റെ അദൃശ്യവും എന്നാൽ നിർണായകവുമായ തന്ത്രങ്ങൾ വളരെ വിസ്മയകരമാണ് കേട്ടോ. യുദ്ധത്തിൽ താൻ നേരിട്ട് ആയുധമെടുക്കില്ല എന്ന് ഉറപ്പ് പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പാണ്ഡവർക്ക് ചുറ്റും ഒരു വജ്രകവചമായി നിന്നു. ജയദ്രഥനെ വധിക്കാൻ സൂര്യാസ്തമയത്തിന്റെ മായ സൃഷ്ടിച്ചതും അതുപോലെ കർണന്റെ ദിവ്യാസ്ത്രം ഘടോത്കജന് നേരെ തിരിച്ചുവിട്ടതുമൊക്കെ ഓർത്തുനോക്കൂ. യാന്ത്രികമായ വെറും യുദ്ധനിയമങ്ങളെക്കാൾ ഉപരിയായി ധർമ്മത്തിന്റെ അന്തിമ വിജയത്തിനാണ് ഭഗവാൻ എപ്പോഴും മുൻഗണന നൽകിയിരുന്നത്. ഇനി ഭാഗം 3, കൃഷ്ണനില്ലാത്ത ഒരു ലോകം. ഭഗവാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. ഈ 2 സാഹചര്യങ്ങളും തമ്മിലുള്ള താരതമ്യം നമ്മെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഭഗവാന്റെ മാർഗനിർദ്ദേശമുള്ളപ്പോൾ പാണ്ഡവർ ധൈര്യം വീണ്ടെടുക്കുകയും തന്ത്രപരമായി മുന്നേറുകയും ചെയ്തു. ഒടുവിൽ അവിടെ ധർമ്മം വിജയിച്ചു. എന്നാൽ ഈ ദിവ്യസാരഥി അവിടെ ഇല്ലായിരുന്നെങ്കിലോ? ഒന്നാലോചിച്ചു നോക്കൂ. അർജുനൻ തീർച്ചയായും യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും പാണ്ഡവർ പൂർണ്ണമായും തകർക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഭൂമിയിൽ അധർമ്മം വിജയിക്കുമായിരുന്നു. പാണ്ഡവർക്കെന്നല്ല, ഈ ലോകത്തിനു മുഴുവൻ അവിടെ പ്രതീക്ഷ നഷ്ടപ്പെടുമായിരുന്നു. ഈ യാഥാർത്ഥ്യം ഗീതയിലെ ഒരു ഉജ്ജ്വലമായ സന്ദേശത്തിലൂടെ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും. ധർമ്മസംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനുമായി ഞാൻ യുഗം തോറും അവതരിക്കുന്നു. അതെ, ഭഗവാന്റെ ഇടപെടൽ കേവലം ഒരു യുദ്ധം ജയിക്കാനോ അല്ലെങ്കിൽ കുറച്ചു ഭൂമി പാണ്ഡവർക്ക് നേടിക്കൊടുക്കാനോ ആയിരുന്നില്ല, മറിച്ച് ലോകത്താകമാനം ധർമ്മം പുനഃസ്ഥാപിക്കാനും ദുഷ്ടന്മാരെ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള പ്രപഞ്ചനാഥന്റെ തന്നെ ദൃഢനിശ്ചയമായിരുന്നു അത്. ഇനി നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് വരാം. ഭാഗം 4, ആധുനിക ജീവിതത്തിലെ ധർമ്മം. പുരാണങ്ങളിലെ ഈ സംഭവങ്ങൾ കലിയുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ശ്രീമദ് ഭാഗവതത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വളരെ അഗാധമായൊരു ചോദ്യമുണ്ട്. ഭഗവാൻ തന്റെ അവതാരലക്ഷ്യം പൂർത്തിയാക്കി സ്വന്തം ധാമത്തിലേക്ക് മടങ്ങിയപ്പോൾ പിന്നെ ഈ ഭൂമിയിൽ ധർമ്മം എവിടെയാണ് അഭയം പ്രാപിച്ചത്? ഭഗവാന്റെ ഭൗതിക രൂപം നമ്മോടൊപ്പം ഇല്ലാത്ത ഈ ഇരുണ്ട കാലത്ത് നമ്മൾ ധർമ്മത്തെ എവിടെ കണ്ടെത്താനാണ്?
അതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്, ഒപ്പം അതിമനോഹരവുമാണ്. ധർമ്മം ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലുമാണ് കുടികൊള്ളുന്നത്. മഹാത്മാക്കൾ എപ്പോഴും വ്യക്തമാക്കുന്നതുപോലെ ഭഗവാന്റെ ആ ദിവ്യോപദേശങ്ങളും ലീലകളും ഇന്നും ഈ കലിയുഗത്തിന്റെ അന്ധകാരത്തിൽ നമ്മെ നയിക്കുന്ന പ്രകാശഗോപുരങ്ങളായി നിലകൊള്ളുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ ആധുനിക ധർമ്മയോദ്ധാക്കൾക്കുള്ള വ്യക്തമായ വഴികാട്ടി എന്താണെന്ന് നോക്കാം. നമുക്കൊരുപക്ഷെ അർജുനന്റെ കഴിവുകളോ ആയുധങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഭഗവാന്റെ ഉപദേശങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഫലേച്ഛ കൂടാതെ നമ്മുടെ ദൈനംദിന കർത്തവ്യങ്ങൾ ചെയ്യുക, കർമ്മഫലങ്ങളിലുള്ള ആസക്തി ഒഴിവാക്കുക, സർവോപരി യാതൊരു തടസ്സവുമില്ലാത്ത ശുദ്ധമായ ഭക്തി പരിശീലിക്കുക. ഇതൊക്കെയാണ് നാം ഇന്ന് ചെയ്യേണ്ടത്. ഗീതയെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാനുവലായി അല്ലെങ്കിൽ വഴികാട്ടിയായി നാം കാണണം. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് വളരെ പ്രസക്തമായ ഒരു കാര്യം ചോദിക്കാനുണ്ട്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ നിങ്ങളുടെ സ്വന്തം ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ നിങ്ങളുടെ ആത്മാവിന്റെ സാരഥിയാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മീയ ചിന്തയ്ക്ക് വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.